മതം എപ്പോഴും ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. ആത്മീയത എപ്പോഴും മതവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മതവുമായി ബന്ധമില്ലാത്തൊരു ആത്മീയത ലോകമെങ്ങാനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായി ബന്ധമുണ്ടോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം. സാമാന്യീകൃത ആത്മീയത, ജനറലൈസ്ഡ് സ്പിരിച്വാലിറ്റി, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ബിയോണ്ട് ബിലീഫ് ആൻഡ് ഡിസ്ബിലീഫ്. സാമാന്യീകൃത ആത്മീയത. സാമാന്യീകൃത ആത്മീയത മതവിശ്വാസത്തിന്റെയോ മതനിഷേധത്തിന്റെയോ പരിമിതികളിൽ ഒതുങ്ങുന്നതല്ല. മനുഷ്യനിൽ മൃഗീയതയെ അതിജീവിച്ച് പ്രകടമാകുന്ന കരുണ, സഹാനുഭൂതി, ധാർമ്മിക ബോധം, ഉത്തരവാദിത്വം, സഹജീവന മനോഭാവം തുടങ്ങിയ വിശേഷ ഗുണങ്ങളുടെ സമുച്ചയമാണത്. ഭക്തിക്കും യുക്തിക്കും ഒരേപോലെ ഇടം നൽകുന്ന ഈ സമീപനം ആത്മീയതയെ സർവമനുഷ്യ മൂല്യമായി ഉയർത്തിക്കാട്ടുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. മതത്തെ കൂട്ടുപിടിച്ചാണ് ആത്മീയത എപ്പോഴും നിലനിൽക്കാറ്. അത് മതവിശ്വാസമായി മാത്രം കാണുന്നത് കൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ മനുഷ്യപ്രസക്തി നഷ്ടപ്പെടാറുണ്ട്. ഈ ആത്മീയത എന്ന് പറയുന്നത് മതത്തെ മാത്രം ആശ്രയിക്കുന്നതാണ്. മതമാണ് ആത്മീയതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ ആത്മീയതയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ശരിയാണ്. പക്ഷെ മതത്തിൽപ്പെട്ടവർക്കാണ്, അല്ലെങ്കിൽ മതത്തെ ഫോളോ ചെയ്യുന്നവർക്കാണ് ഈ മനുഷ്യന്റെ ശരിയായ ഗുണങ്ങൾ, മനുഷ്യന്റെ ശരിയായ ഗുണങ്ങൾ വെളിപ്പെടുക എന്ന് തോന്നുന്നുണ്ട്. മതാതീതമായിട്ട് മനുഷ്യ ഗുണങ്ങളുണ്ട്. അപ്പോ അതില് ഈ നമ്മൾ പറയാറുള്ള കരുണ, ദീനാനുകമ്പ തുടങ്ങിയ കാര്യങ്ങൾ അത് പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി ഓരോ സത്തയും തന്റെ ശരീരം കൊണ്ട് ജീവിക്കുന്നിടത്ത്, ശരീരം മാത്രം കൊണ്ട് ജീവിക്കുന്നിടത്ത് അത് വ്യക്തിപരതയിലാണ് ജീവിക്കുന്നത്. ഓരോ ജീവിയും, ഏത് ജീവി ആയിക്കോട്ടെ, ഓരോ ജീവിയും അതിന്റെ വ്യക്തിപരതയിലാണ് ജീവിക്കുന്നത്. എന്നാൽ പ്രപഞ്ചം എന്ന മഹാസംവിധാനം നിലനിൽക്കുന്നത് പാരസ്പര്യത്തിലാണ്, പരസ്പരം ഇഴചേർന്നുകൊണ്ടാണ്. അപ്പോൾ പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നത് വെറും ആവശ്യങ്ങൾക്ക് വേണ്ടി കൈകോർക്കൽ കൊണ്ടല്ല. ഓരോ ജീവിയും അതിന്റെ പരിസരവുമായി കണക്ട് ചെയ്തുകൊണ്ട് പരിസരത്തെ തന്നിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ അതിനുമപ്പുറത്തേക്ക് ആ ജീവി ഈ സഹജീവനത്തിന് പ്രാപ്തമാകുന്നത് തന്റെ പരിസരത്തെ കൂടെ തന്റെ ഭാഗമായി പരിഗണിക്കുകയും, തന്റെ ശരീരത്തെ പരിഗണിക്കുന്നത് പോലെ പരിസരത്തെ ജീവജാലങ്ങളോടും അതേ രീതിയിൽ നിലകൊള്ളുമ്പോഴാണ്. അവിടെ ചിലപ്പോ ഭക്തി കൊണ്ടാകാം, ആ ലയം എന്ന് പറയുന്നത് ഭക്തി കൊണ്ടാകാം. ഭക്തി എന്ന് പറഞ്ഞു വെച്ച് പഠിച്ച, മതം പഠിപ്പിച്ച ഭക്തി അല്ല, നമുക്ക് ഉള്ളിൽ ഉണരുന്ന സഹജമായ ഭക്തി കൊണ്ടായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, ഭക്തിക്ക് പ്രേമമെന്നും വാത്സല്യമെന്നും ആദരവെന്നും ഒക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ആകാം. ഇതൊന്നുമല്ലാതെ അവയുടെ ജീവാവകാശത്തെ ചൊല്ലുന്ന യുക്തിയെ കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ പൊതുവായ ചില മനുഷ്യ മൂല്യങ്ങൾ, എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന മൂല്യങ്ങൾ മനുഷ്യന്റെ ഉണരാറുണ്ട്. അത് എല്ലാത്തിനെയും സമമിതമായി കാണുന്നു. സമമായി കാണുന്നു എന്നുള്ള, സമത്വം എന്നുള്ളത് പ്രകൃതിയിൽ ഇല്ലാത്ത ഒന്നാണ്. അത് മനുഷ്യന്റെ ഭാവനയിൽ ഉണ്ടായിട്ടുണ്ട്. സമമിതം എന്ന് പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനങ്ങൾ കൊടുത്ത്, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനങ്ങളും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്നതാണ് സമമിത വീക്ഷണം, സിമെട്രിക്കൽ വ്യൂ എന്ന് പറയുന്നത്. ഇതിലൊന്നും മതം വരുന്നില്ല. മതമാണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചത് എന്നതൊക്കെ സത്യം തന്നെ. പക്ഷെ മതത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത പല ആളുകളും ഉണ്ട്. ഈ ചില ട്രൈബുകൾക്കൊന്നും മതമൊന്നുമില്ല. ഇപ്പൊ ആമസോൺ കാടുകളിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ആൻഡമാൻ അകത്തുള്ള ചില കാടുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാടുകൾക്ക് അകത്ത് ഇന്നും അതേപോലെ തന്നെ ജീവിക്കുന്ന ആദിവാസികൾക്കിടയിലൊന്നും മതമേ ഇല്ല. പക്ഷെ അവർ ആത്മീയരാണ്. അവർ 100% ആത്മീയതയ്ക്കകത്താണ് ജീവിക്കുന്നത്. അവർ പരസ്പരം കരുതലിനകത്ത് ജീവിക്കുന്നു. അവരുടെ ഗോത്രത്തിന്റെ ആ തനതവസ്ഥയെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവിടേക്ക് ആർക്കും കയറി ചെല്ലാൻ പറ്റാത്തത്. അതുകൊണ്ട് അവർ ക്രൂരരാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം അധിനിവേശം അവർ സമ്മതിക്കുന്നില്ല.
അതുകൊണ്ട് അവർ ക്രൂരരാണെന്ന് ഈ ക്യാപിറ്റലിസ്റ്റിക് അതോറിറ്റേറിയൻസ് പറയുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് വെളിയിൽ നിന്നും എന്തെങ്കിലും കയറിയാൽ ശരീരം പ്രതിരോധിക്കുന്നത് പോലെ തന്റെ ആ വ്യവസ്ഥയെ, തന്റെ ഗോത്രത്തിന്റെ അകത്തേക്ക് മറ്റൊന്നും വരാതിരിക്കാനുള്ള അവരുടെ സ്വാഭാവികമായ പ്രതികരണമാണത്. പക്ഷേ അവർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവരവിടെയുള്ള അവിടെ ജീവിക്കുന്ന ആ പരിസരത്തെ ജീവികളുമായിട്ട് അവർ സഹജീവിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സ്വന്തം ശരീരത്തെ പരിഗണിക്കുന്നത് പോലെ തന്നെ അപരന്റെ ശരീരത്തെ പരിഗണിക്കുന്ന ആ ഒരു പാരസ്പര്യം എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഈ ആത്മം എന്നുള്ളൊരു ആശയം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഈ ആളുകൾക്കിടയിൽ ആത്മാവ് ഈ മരിച്ചു പോകുമ്പോ തവളയെ പോലെ ചാടി വെളിയിലേക്ക് പോകുന്ന ഒരു ആത്മാവ്, ആ ആത്മാവ് എന്നൊരു ആശയം അവർക്കൊന്നുമില്ല. കാരണം അവർക്കെല്ലാം അകത്ത് ലീനമായിരിക്കുന്നത് ഒന്ന് തന്നെയാണെന്നുള്ള ഒരു അനുഭവ ബോധ്യം അവർക്കുണ്ട്. അവിടെ ജൈവ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ജീവന്റെ പ്രതിഭാസങ്ങളുമായി ചേർന്ന് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ജീവൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ശരിക്കും ഈ പ്രകൃതി ജീവനം എന്ന് പറയുന്ന ആളുകൾക്ക് ഭക്ഷണം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ജീവിതത്തിൽ മറ്റൊന്നുമായിട്ടും യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാതെ, യാതൊരു കണക്ഷനും ഇല്ലാതെ ജീവിക്കുകയും ഭക്ഷണ രീതി തവിടുള്ള ചോറ് കഴിക്കുക, അവിയൽ ഉണ്ടാക്കി കഴിക്കുക, പഴങ്ങൾ മാത്രം കഴിക്കുക, കൂവളത്തിന്റെ ഇല കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറയുന്ന ആ ഒരു പ്രകൃതി ജീവനം ഉണ്ടല്ലോ, അതല്ല ജൈവജീവിതം. ജൈവജീവിതം എന്ന് വെച്ചാൽ ജീവന്റെ പ്രതിഭാസങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനോട് ലയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ ആത്മം എന്ന് പറയുന്ന ആ ഒരു ആശയം അതിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോ ഭൗതിക അഭൗതിക സംവാദം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോൾ മതമുണ്ടായ കാലം മുതൽ വിശ്വാസത്തിന്റെയും യുക്തിയുടെയും വ്യത്യാസം ഉണ്ടല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് അറിയാത്തതിന്റെ മുകളിലുള്ള ഉറപ്പാണ്. നമുക്കറിയില്ല, അറിയാത്തതിന്റെ മുകളിൽ നമ്മൾ ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് അഭൗമമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പാണ്. ഞാൻ ഇതിനകത്താണ് എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിന്റെ മുകളിലാണ് ഒരു മത്തന്റെ വള്ളി പരിസരത്തുള്ള ആ ഒരു കമ്പിന്റെ അകത്തേക്ക് ഇങ്ങനെ പോയി ചുറ്റിയെടുക്കുന്നത്. കാരണം ഇന്ദ്രിയങ്ങളൊന്നുമില്ല എങ്കിലും ട്രോപ്പിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊണ്ട് ഇത് ആ വള്ളി അപ്പുറത്തുള്ള ആ തടിയിന്മേൽ ചുറ്റുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒന്ന്. അവിടെ യുക്തിക്ക് യാതൊരു വിശേഷവുമില്ല, യുക്തിക്ക് യാതൊന്നുമില്ല. പക്ഷെ അവിടെ തനിക്ക് തന്നെ ചാരി നിൽക്കാൻ ഒന്നുണ്ടെന്നുള്ള വിശ്വാസം ഇന്ദ്രിയങ്ങൾ ഏതുമില്ലാത്ത ഈ മത്തന്റെ വള്ളിക്കുള്ളത് ആത്മം എന്നുള്ള വിശ്വാസം കൊണ്ടല്ല. അപ്പൊ ആത്മം എന്നതിന് യുക്തിക്കോ ഭക്തിക്കോ ഒന്നും അതുകൊണ്ട് വിചാരം ചെയ്യുന്ന, അത് ഉണ്ടെന്നും ഇല്ലെന്നും തർക്കിക്കുന്ന അവിടെ ഒന്നും അല്ല യഥാർത്ഥ ജൈവജീവിതത്തിന്റെ പ്രസക്തി. ജൈവജീവിതത്തിൽ ഇത് ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം മാത്രമാണുള്ളത്. സാമാന്യീകൃത ആത്മീയതയുടെ അടിസ്ഥാനം അതാണ്. നമ്മളാണ് വിളിക്കുന്നത്, മനുഷ്യരാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച മനുഷ്യരാണ്, മതത്തിൽ നിന്ന് വെളിച്ചാടിയ മനുഷ്യരാണ് ഈ സാമാന്യീകൃത ആത്മീയതയുടെ പേര് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പേരിന്റെ ആവശ്യമില്ല. മനുഷ്യ സഹജമായ വിശേഷതകളുണ്ട്. അത് നമ്മളൊരു ഗൊറില്ലയിൽ നോക്കിയാൽ കാണാം. ഈ കരുണ, സ്നേഹം, സഹാനുഭൂതി തുടങ്ങിയ കാര്യങ്ങള് മനുഷ്യരിൽ മാത്രമല്ല ഗൊറില്ലയ്ക്കും ഉണ്ട്. പശുവിനെ കാണാം അല്ലെ, പശുവിനുണ്ട് സ്നേഹം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്ക്, മനുഷ്യരെ പോലെ ഇന്ദ്രിയങ്ങളുള്ള ജീവികൾക്കും ഇന്ദ്രിയങ്ങളില്ലാത്ത ജീവികൾക്കും ഈ ഒരു കരുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും ആലും വേപ്പും ഒക്കെ ഒരുമിച്ച്, ഈ പനയും ഒക്കെ കൂടെ ഒരുമിച്ച് ചേർത്ത് പിണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. പിണങ്ങി വെച്ചാൽ പിണഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. ഈ മൃഗീയത നമ്മൾ പറയുന്ന ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊല്ലുന്നതും അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വേറൊരു മൃഗം ഓടുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവര് തമ്മിൽ ഇപ്പോ ചില ചാനലുകളൊക്കെ നോക്കിയാൽ കാണാം, ഈ കൊല്ലുന്ന ചിത്രം മാത്രമല്ല, ഇവർ തമ്മിൽ സഹവർത്തിക്കുന്നതിന്റെ ചിത്രം. മാൻകുട്ടിയെ കൊല്ലാനായിട്ട് ഈ വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവി പാഞ്ഞു വരുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കാൻ സിംഹം ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കഥയില് അല്ലെങ്കിൽ കാർട്ടൂണിൽ കാണുന്നതല്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് നമ്മുടെ ഈ ചാനലുകളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിത് പച്ചയ്ക്ക് നിരീക്ഷിച്ചു, കാടുകളിൽ ചെന്ന് നമ്മൾ പച്ചയ്ക്ക് നിരീക്ഷിച്ചു, ഇവിടെയെല്ലാം ഈ സഹവർത്തിത്വം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. മൃഗീയത എന്ന് പറഞ്ഞു വിളിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയല്ല ഉണ്ടാകുന്നത്.
അവർക്കെല്ലാം തന്നെ ധർമ്മത്തിന്റെ ബോധമുണ്ട്, ധാർമ്മിക ബോധമുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മനുഷ്യരുണ്ടാക്കി വെച്ച മതങ്ങളുടെ ഒരു 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 പശ്ചാത്തലത്തിലല്ല ഈ ധാർമ്മിക ബോധം എന്നുള്ളത് ഉണ്ടാവുന്നത്. സഹജീവിത മനോഭാവം എന്ന് പറയുന്നത് അത് ജൈവതയുടെ പ്രത്യേകതയാണ്. ജീവൻ തന്റെ പരിസരത്തുള്ളവയെ കരുതി അതിനെയും കൂടെ തന്റെ ഭാഗമാണെന്ന് കരുതുന്ന ഒരവസ്ഥ, തന്റെ മണ്ഡലത്തിൽ ഇവയും കൂടെ ചേർന്നതാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. ഈ തിരിച്ചറിവിന് വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല, ഭാഷാപരമായ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല, യുക്തിയുടെ വ്യാഖ്യാനം ആവശ്യമില്ല. അത് ഒരു അകമറിവാണ്. ഈ അകമറിവിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നത്. ആ അകമറിവിന്റെ അകത്തെ ലയിച്ചിരിക്കലാണ് ഭക്തി. ഇനി ഭക്തി എന്നുള്ള പേരിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്ക് രാമനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച്, അല്ലെങ്കിൽ ജീസസിനെ കുറിച്ച് എല്ലാം ശരിയാക്കി തരുന്നത് കർത്തരാണെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ, ആ കഥയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഭക്തിയിലേക്ക് പോകുന്നത്. പട്ടികൾക്കും പൂച്ചകൾക്കും അതിന്റെ ആവശ്യമില്ല. പട്ടി തന്റെ യജമാനെ കാണുന്നത്, നമ്മളിവിടെ പലപ്പോഴും വ്യാഖ്യാനം കാണിക്കാറുണ്ട്. ഒരു നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാലത്തും കൂടെ നിൽക്കുന്നുള്ളത്. ഒരു നേരം ഭക്ഷണം കൊടുക്കണ്ട, ഒരു ഭക്ഷണവും കൊടുക്കണ്ട, നിങ്ങൾ കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി അഭിമുഖമായാൽ മതി, പട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോ മനുഷ്യന്റെ യുക്തിയുടെയോ ഭക്തിയുടെയോ വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ തന്നെ ജൈവതയുടെ ഭാഗമായി വെളിയിൽ വരുന്ന ആ ഒന്നാണ് സാമാന്യീകൃത ആത്മീയത. സാമാന്യീകരിച്ച് ജനറലൈസ്ഡ്. അത് എല്ലായിടത്തുമുണ്ട്, സർവ്വജീവജാലങ്ങളിലുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആത്മീയത മതത്തിൽ നിന്നും വേർതിരിച്ച് കാണണമെന്ന് പറയുന്നത്? സർവ്വ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും അവിടെ പ്രസക്തിയുണ്ട് അല്ലെ. ഭക്തിയെന്നോ യുക്തിയെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വേർതിരിവില്ലാതെ മതത്തിന്റെ ഫ്രെയിംവർക്കുകളിലൊന്നും പെടാതെ തന്നെ നിൽക്കുന്ന ആ ഒരു മണ്ഡലം അവിടെയുണ്ട്. ഇവിടെ അത് കാട്ടിലും വീട്ടിലും എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ നമ്മുടെ ജൈവ വൈവിധ്യം എന്നതുപോലെ തന്നെ ആശയ വൈവിധ്യവും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. വ്യത്യസ്ത ആശയങ്ങൾ, ദൈവമുണ്ടെന്ന്, മതമുണ്ടെന്ന്, ധർമ്മമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടം. ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടം. അങ്ങനെ ഈ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളതിലായിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളും ചർച്ചകളും കൊണ്ടിരിക്കുന്നവരല്ലാതെ, ഇതൊന്നുമില്ലാതെ അതിനകത്ത് ആയിരിക്കുന്ന ജനകോടികളെ നമുക്ക് കാണാം. ജനകോടി എന്ന് പറയാം, ആ ജനം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം കണക്കാക്കരുത്, ജീവകോടികളെ നമുക്ക് കാണാം. അവിടെ നമ്മൾ മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ മതമൈത്രിയെ കുറിച്ചൊക്കെ പറയത്തുള്ളൂ. മതമൈത്രി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ, നമ്മൾ വ്യാഖ്യാനിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിൽ പണ്ടുണ്ടായിരുന്നില്ല. മതമൈത്രി ഉണ്ടായിരുന്നില്ല. മനുഷ്യരൊക്കെ തമ്മിൽ ഒരുമിച്ചായിരുന്നു. എന്നെ ചെറിയ കാലത്ത് ഈ ഹിന്ദു വിശ്വാസപ്രകാരം ജനിച്ച് ജീവിച്ച മാതാപിതാക്കൾക്കുണ്ടായ എന്നെ ചെറിയ കാലത്ത് കുറെ വർഷങ്ങൾ എന്നെ ഊട്ടിയതും എന്നെ വളർത്തിയതും റാവുത്തർമാരായിട്ടുള്ള അമ്മമാരാണ്. നൂറെണ്ണന്റെ ഭാര്യമാരായിട്ടുള്ള 3 അമ്മമാര് ചേർന്നിട്ടാണ് എന്നെ ആ ഒരു കാലത്ത് വളർത്തിയത്. അവര് ഒരു ഹിന്ദു കുട്ടിയെ മുസ്ലിം അമ്മമാര് വളർത്തിയതല്ല, അമ്മമാര് കുഞ്ഞിനെ വളർത്തിയതാണ്. അവിടെ മതമില്ലായിരുന്നു, മതത്തിന്റെ വ്യാഖ്യാനമില്ലായിരുന്നു. അത് അവരുടെ വിശ്വാസമാണ് മതം, ഇവരുടെ വിശ്വാസമാണ് മതം. ഈ വിശ്വാസങ്ങളൊന്നുമല്ല കരുണയുടെയും സഹാനുഭൂതിയും ദീനാനുകമ്പയുടെയും ഒക്കെ ലോകത്തുള്ളത്, പാരസ്പര്യത്തിന്റെ വശത്തുള്ളത്. ഈ മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനൊക്കെ കച്ചവടം ചെയ്യുന്ന സമയത്ത് മതത്തിന്റെ ബോർഡ് മാറ്റിയിട്ട് പണം വാങ്ങിക്കാനും സാധനം കൊടുക്കാനും നിൽക്കുന്നുണ്ടല്ലോ. കാരണം അവരുടെ പുതിയ മതം എന്ന് പറയുന്നത് പണമാണ്. ഇപ്പൊ പണത്തിന് വേണ്ടി കൊടുക്കലും വാങ്ങലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ മതം എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ആ ഒരവസ്ഥയിൽ ഇതൊന്നും വരുന്നില്ലെങ്കിൽ, ആത്മം എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് എന്റെ അകത്തുള്ളത് തന്നെയാണ് അപരനിലുള്ളത് എന്ന് കണ്ടെത്തി പെരുമാറാൻ കഴിയുന്ന സമയത്ത് ഇത് കരുണ എന്ന് വിളിക്കും. അപ്പൊ ഈ കരുണ തുടങ്ങിയുള്ള ആ ആത്മമൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നു. കരുണ എന്നുള്ളത് സഹജമായി ഹൃദയത്തിൽ നിന്ന് ഉണരുന്നു, അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നു, അത് നിരന്തരം കൂടെ കൊണ്ടു നടക്കുന്നു.
അവിടെ തന്റെ മുന്നിൽ ഒരു ആവശ്യം, തന്റെ മുന്നിൽ ഒരു പ്രകൃതിയിൽ ഒരു ചലനം ഉണ്ടാകുമ്പോൾ അവിടെ കരുതൽ നൽകേണ്ടത് തന്റെ ദൗത്യമായിട്ട് അങ്ങനെയുള്ളവരെടുക്കും. അങ്ങനെയുള്ളത് മാറിപ്പോയിട്ടുണ്ട്, പലരും അതിൽ മാറിപ്പോയിട്ടുണ്ട്. മാറിപ്പോയതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയും ബ്രേക്ക് ദ ചെയിൻ പോളിസിയും വ്യക്തിപരതയുടെ പോളിസിയും ഇൻഡസ്ട്രിയൽ ഇക്കോണമിയുടെ പോളിസിയും കാർബൺ ബേസ്ഡ് ഇക്കോണമിയുടെ പോളിസിയും ഒക്കെ മനസ്സിലാക്കേണ്ടി വരും. വ്യക്തിപരത മനുഷ്യ സഹജമായിട്ട് ഉണ്ടാകുന്നുണ്ട്, അവന്റെ യുക്തിയുടെ ഭാഗമായിട്ട് അത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏറിയ പങ്കും ജൈവതയിൽ ജീവിക്കുന്നവർക്ക് തന്നെ ആ സ്വയം അതിജീവിക്കലിന്റെ ഒപ്പം തന്നെ തന്റെ സഹപക്ഷത്തുള്ള ജീവജാലങ്ങളെയും കൂടെ കരുതലോടെ കാണുന്ന ഒരവസ്ഥ അവർക്കുണ്ട്. ഇതാണ് അവന്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അവൻ നിൽക്കുന്ന പരിസരത്തെ ബന്ധങ്ങളെ ആഴത്തിൽ കാണാനും അറിയാനും അതിലായിരിക്കാനും അതിനെ നിരന്തരം കൊണ്ടുപോകുവാനുമുള്ള അവന്റെ ശേഷി എന്ന് പറയുന്നത്. സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരവസ്ഥ ഇതാണ്. ഒരാൾ അയാളുടെ ശരീര പരമായ ജീവിതത്തിനപ്പുറത്ത്, അയാളുടെ ഭൗതിക വീക്ഷണപരമായ കാര്യങ്ങൾക്കും അപ്പുറത്ത് ജീവിതത്തിൽ മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ആദർശം പറയലല്ല ഞാൻ പറഞ്ഞ മൂല്യം, ആദർശം പറഞ്ഞ് നടക്കലല്ല, അയാൾ ജീവിതത്തിൽ മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അയാൾ ആത്മീയനാണെന്ന് പറയാം. അയാളുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ, അയാൾക്ക് എത്രത്തോളം ഭക്തി ഉണ്ടെന്നോ, അയാൾക്ക് എത്രത്തോളം യുക്തി ഉണ്ടെന്നോ, അയാൾ ദൈവത്തിന്റെ വഴി എത്രത്തോളം പോകുന്നെന്നോ, അയാൾ എത്രത്തോളം സാധനങ്ങൾ ചെയ്യുന്നോ ഒന്നും ഇവിടെ വിഷയമല്ല. സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്നത് ഒരു ജീവി അല്ല ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ പുലർത്തുന്ന ശുഭകരമായ മൂല്യങ്ങളെ വെച്ചുകൊണ്ടാണ്. അതിന്റെ അളവിനെയാണ് പറയുന്നത്. അവിടെ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. ആത്മാവിന്, ഈ ചാടിപ്പോകുന്ന ആത്മാവിന് ഒരു സ്ഥാനവുമില്ല. അവൻ സവിശേഷനായി മാറുന്നത്, കേവല ശരീരത്തിനും അപ്പുറത്ത് സവിശേഷനായി മാറുന്നത് എപ്പോഴാണോ അവിടെയാണ് അവന്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അവൻ അവന്റെ റിലേഷൻഷിപ്പുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവൻ അവന്റെ പരിസരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവൻ അതിനോട് ഉത്തരവാദിത്വമുള്ളവനായി ജീവിക്കുന്നു, അവയോട് കരുണയും സഹാനുഭൂതിയും ഉള്ളവനായി ജീവിക്കുന്നു. ആ സമയത്ത് അത് സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു ആത്മീയത സമൂഹത്തിന് എന്താണ് നൽകുന്നത്? നമ്മൾ ഈ സത്യനന്ദക്കാരന്റെ പടങ്ങളൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫീൽ ഗുഡ് മൂവി ആയിരിക്കും അതൊക്കെ. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടാവും, ഇവരെല്ലാവരും തമ്മിലുള്ള പരസ്പര ബന്ധം. സത്യത്തിൽ ഈ സാമാന്യീകൃത ആത്മീയതയുടെ ഒരു ഉദാഹരണമാണിത്. അതിനിടയിൽ ഏതെങ്കിലും ഒരു കരട് വന്നിട്ട് കുറച്ച് തിരിവുകൾ ഉണ്ടാവും, പിന്നെ അത് ശരിയായി മാറും, അല്ലെ? അത് എല്ലാ സത്യനന്ദക്കാടിന്റെയും രാജസേനന്റെയും ഒക്കെ ഇത്തരം പടങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അവിടെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഐക്യബോധം എന്നുള്ള സംഭവം, ഇത് സാമാന്യീകൃത ആത്മീയതയുടെ ഔട്ട്പുട്ടാണ്. ആ സഹവർത്തിത്വത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു സഹജീവനം നടത്തുന്ന ഒരവസ്ഥ എന്നുള്ളത്. അവിടെ ആ മനുഷ്യർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പുരോഗതിയെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, ഇല്ലേ? സത്യനന്ദക്കാരന്റെ പടങ്ങളിൽ മനുഷ്യർ മാത്രമല്ല, പോത്തും എരുമയും ആടും ഒക്കെ കഥാപാത്രങ്ങളാവും, അല്ലെ? അവരുടെ അടക്കം പുരോഗതിയെ കുറിച്ചാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ള സർവ്വജീവജാലങ്ങളെയും ചേർത്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ മനുഷ്യകുലം അല്ലെങ്കിൽ ജീവകുലം ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഇതിനകത്ത് അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റൽ ഇക്കോളജിയുടെ, ഷാലോ ഇക്കോളജിയുടെ ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് നമ്മൾ ഗ്രാമ്യതയിലേക്ക് നമ്മൾ പോയാൽ, ഗോത്രതയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ഇവിടെ ആ പാരസ്പര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ ഡീപ്പ് ഇക്കോളജിയാണ് നമുക്ക് കാണാൻ കഴിയുക. കുറച്ചുകൂടെ ആഴത്തിലേക്ക്, കാട്ടിനകത്തേക്ക് കയറി അവിടുത്തെ ജീവജാലങ്ങളുടെയും മനുഷ്യജാലങ്ങളുടെയും ജീവിതത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റഫറൻഷ്യൽ ഇക്കോളജിയാണ്. അവർക്ക് ആദരപൂർവ്വമാണ് അവർ ചുറ്റുമുള്ള ഓരോന്നിനെയും കാണുന്നത്. പല ഗോത്രങ്ങളുടെയും വേട്ടകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു മാനിനെ കൊല്ലും. മാനിനെ അമ്പെയ്ത് കൊന്നിട്ട് മാൻ അവിടെ കിടക്കുമ്പോൾ അതിനടുത്ത് ചെന്നിട്ട് ആദ്യം പ്രാർത്ഥിക്കും, എനിക്കും എന്റെ മക്കൾക്കും തലമുറകൾക്കും നിലനിൽക്കേണ്ടതുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ കൊന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥന നടത്തിയ ശേഷമേ പലരും ഭക്ഷണം തരുള്ളൂ. ഇന്നത്തെ പോലെ ഇതെല്ലാം അവിടേക്ക് കൊടുക്കുന്നു, അതെല്ലാം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന അത്തരത്തിലൊരു ഒരു നോൺ വെജിറ്റേറിയൻ സംസ്കാരമല്ല അവരുടേത്. അവർ ഭക്ഷണം കഴിക്കുന്നതിന് പോലും അതിനോട് പ്രാർത്ഥനകൾ നൽകിയിട്ടാണ് ചെയ്യുന്നത്. ആ പ്രാർത്ഥന നൽകാനുള്ള വികാരം എവിടെ നിന്നാണ് ഉണ്ടായത്? അവിടെ കേവല യുക്തിയിൽ നിന്നുണ്ടായതല്ല, അത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിലെ ആർദ്രതയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതാണ് സാമാന്യീകൃത ആത്മീയത അഥവാ ജനറലൈസ്ഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതാണ് സത്യത്തിൽ ഈ നമ്മുടെ സ്പിരിച്വൽ കോഷൻ ഒരാളുടെ ആത്മീയത അളവിനെ ബോധ്യപ്പെടുത്തുന്നത്.
ലോകമെമ്പാടും SQ സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അളക്കുന്നത് അയാളുടെ മതവിശ്വാസത്തെ വെച്ചുകൊണ്ടല്ല, പകരം അയാളിൽ ഉണർന്നിരിക്കുന്ന അധിക മൂല്യങ്ങൾ എന്ത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ്. അപ്പോ ഈ മതത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെയും വിശ്വാസമില്ലായ്കയുടെയും അതിരുകൾക്കും അപ്പുറത്ത് പ്രാപഞ്ചികമായിട്ട് മനുഷ്യൻ കരുതുന്ന ഉയർന്ന മൂല്യങ്ങളുണ്ടല്ലോ, അതാണ് ശരിയായ രീതിയിൽ ജനറലൈസ്ഡ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സാമാന്യീകൃത ആത്മീയത എന്ന് പറയുന്നത്. ഇത് നമ്മിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മിൽ ഉണ്ട് എന്നുള്ളത് ആണ് സത്യം. അതെവിടെ എന്നൊന്ന് കണ്ടെത്താൻ നിങ്ങളൊന്ന് ശ്രമിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഈ വിധത്തിൽ പറയുന്ന മതത്തിനും അതീതമായി നിൽക്കുന്ന ആ ആത്മീയ ഭാവം എവിടെയാണെന്നൊന്ന് പരിശോധിക്കണം. ആ അറിവുമായിട്ട് ഇതിന്റെ ഒരു തുടർ ചിന്ത നമുക്ക് നാളെ ആകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.